എൻ്റെ വീട്ടിൽ കാറുണ്ട്. എനിക്ക് ഡ്രൈവിങ്ങും അറിയാം. എനിക്ക് പോവേണ്ട ഇടങ്ങളിലേക്ക് പോവാൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല. അല്ലേ? എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവാം. എന്നിട്ട് ലക്ഷ്യസ്ഥാനങ്ങളെ കാണാം, ആവശ്യമുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം, ഒക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ ഈസിയാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ കാറുണ്ട്, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പം നമ്മൾ ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. ഡ്രൈവ് അറിയുന്ന ഒരാളെ ക്ഷണിച്ചിട്ട് വേണം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച ഇടത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ഇതിലേതാണ് സുഖം, ഏതാണ് എളുപ്പമുള്ളത്? സത്യത്തിൽ കാറുണ്ട്, സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതല്ലേ. അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. എൻ്റെ കയ്യിൽ പടച്ച തമ്പുരാൻ എനിക്ക് മനസ്സെന്ന സംഗതി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഞാനെന്ന ജീവിതത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട രീതി എന്താണ്? അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എക്സ്പേർട്ട് ഡ്രൈവർ ആവുക, എൻ്റെ തന്നെ ഏറ്റവും നല്ല ഡ്രൈവറായിട്ട് ഞാൻ മാറുക എന്നതല്ലേ വേണ്ടത്. പകരം മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനോ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്യാനോ നമുക്ക് സാധിക്കാതെ പോവുകയും ചെയ്യും. നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറായിട്ട് മാറുക. എന്നെ സ്വയം തിരിച്ചറിയുകയും എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. അതിൻ്റെ സഹായം പടച്ച തമ്പുരാൻ നമുക്ക് കൃത്യമായിട്ട് വകവെച്ച് ഒരുക്കി തന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നത് അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖകരമായ മുന്നോട്ട് പോക്കിന് എന്നത് നമ്മൾ ഉൾക്കൊള്ളുക. താങ്ക് യു ഓൾ.